മധുരക്കിഴങ്ങ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1.5 കിലോ മധുരക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളി, 4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത് 1/2 കിലോ ചിക്കനോളം ഉണ്ടാവും. 1.5 കിലോയ്ക്ക് 1/2 കിലോ ചിക്കൻ. പിന്നെ ഗരം മസാലപ്പൊടി ഉപയോഗിക്കാത്തതുകൊണ്ട് ഗരം മസാലയാണ് ഇവിടെ യൂസ് ആക്കുന്നത്. ആദ്യം നമുക്ക് മധുരക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ കളറിലായിരിക്കും ലാസ്റ്റ് കിട്ടുന്നത് നമുക്ക്. അതൊന്ന് ചിക്കനിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഉപ്പ് ഇടാൻ മറക്കരുത്. ഉപ്പ് ഞാൻ ഇടുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേണം അതൊന്ന് ചിക്കനിലൊന്ന് തേച്ച് കൊടുക്കാനായിട്ട്. അതെല്ലാം ആയിക്കഴിഞ്ഞ് നമുക്കൊരു പാനിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഗരം മസാല ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് നല്ല രീതിക്കൊന്ന് വറന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 4 സ്പൂൺ ചിക്കൻ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവോളയായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇത് ചിക്കൻ വേവാനായിട്ട് ഉപയോഗിക്കുന്നത്. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് അരിഞ്ഞു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെന്ത് വന്ന ചിക്കൻ കറിയിലേക്ക് നമുക്ക് ഉടച്ച് വെച്ച, അതായത് മധുരക്കിഴങ്ങ് വേവിച്ച് അത് ഉടച്ച് വെച്ചതാണ്, അത് ഉടച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കണം. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കഴിക്കാൻ നേരം. നമ്മുടെ മധുരക്കിഴങ്ങ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് അടച്ച് വെക്കണം, എന്നാലേ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കപ്പ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. മധുരക്കിഴങ്ങാണെന്ന് പറയത്തേ ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.